Once again, welcome back to KCS Classes. KCS Classes മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS, Assistant Professor in Commerce, Kerala PSC Daily Module Wise Analysisലെ Module number 1 Research Methodology and Quantitative Techniques ആണ് നമ്മൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് വാരിയബിൾസ് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാരിയബിൾസ് ആണ്. സോ കണ്ടിന്യൂഷൻ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സിലബസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഹൈപ്പോത്തിസിസ്. എന്താണ് റിസർച്ച് ഹൈപ്പോത്തിസിസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ്, ദെൻ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ് ടൈപ്പ് 1 എറർ എന്താണ്, ടൈപ്പ് 2 എറർ എന്താണ്. സോ ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. സോ നമുക്ക് ആദ്യം എന്താണ് ഹൈപ്പോത്തിസിസ് എന്ന് നോക്കാം. സോ വാട്ട് യു മീൻ ബൈ ഹൈപ്പോത്തിസിസ്? Hypothesis is a tentative solution to the problem. അപ്പൊ എന്താണ് tentative means what? താൽക്കാലികമായിട്ട് ഒരു പ്രോബ്ലത്തിന് നമ്മൾ വെക്കുന്ന സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് എക്സ്പ്ലനേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ലിമിറ്റഡ് എവിഡൻസ്. നമ്മുടെ ബേസിൽ നമ്മുടെ ടെസ്റ്റോ അനാലിസിസോ ഒന്നും ചെയ്തിട്ടില്ല, നമ്മുടെ കയ്യിലുള്ള എവിഡൻസിന്റെ ബേസിൽ നമ്മൾ വെക്കുന്ന എക്സ്പ്ലനേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ലിമിറ്റഡ് എവിഡൻസ്. നമ്മുടെ കയ്യിലുള്ള എവിഡൻസിന്റെ ബേസിൽ നമ്മൾ പറയുന്ന എക്സ്പ്ലനേഷനെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്ത് അനാലിസിസിലോട്ടൊന്നും എത്തിയിട്ടില്ല, റിസർച്ച് സ്റ്റാർട്ട് ചെയ്തു. ദെൻ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം എന്തായിരിക്കും ചെയ്യുക, കറക്റ്റ് ആയിട്ട് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കണ്ടക്ട് ചെയ്യണം, പാസ്റ്റ് വർക്കുകൾ പഠിക്കണം. സോ അങ്ങനെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കഴിയുമ്പോൾ ഈ റിസർച്ചർക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ വാരിയബിൾസ് തമ്മിലാണ് റിലേഷൻ. സോ ഈ ഒരു റിവ്യൂവിന്റെ ബേസിൽ ഓൺ ദി ബേസിസ് ഓഫ് ലിമിറ്റഡ് എവിഡൻസ്, ആ ഉള്ള എവിഡൻസിന്റെ ബേസിൽ റിസർച്ചർ വെക്കുന്ന ഒരു എന്താണ് റിസർച്ചറുടെ ഭാഗത്ത് നിന്ന് തോന്നുന്ന എസംഷനെ, എന്താണ് റിസർച്ചർക്ക് പഠിക്കാനുള്ളത് എന്ന് റിസർച്ചർ എസംഷൻ വെക്കാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസർച്ചർ റിവ്യൂവിൽ നിന്ന് പല വാരിയബിൾസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ വാരിയബിൾസ് തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് റിസർച്ചർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് പഠിക്കാനാണ് റിസർച്ചർ എയിം ചെയ്യുന്നത്. അതിനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി വെക്കണ ആ ഒരു പ്രൊസീജിയറിനെയാണ്, അതിനെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സോ ഫോർ എക്സാമ്പിൾ, ഞാൻ എന്താണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ പഠിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അവരുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് അറിയേണ്ട ഒരു പ്രോഡക്റ്റിനോടുള്ള. സോ ഞാൻ റിവ്യൂ നടത്തിയതിനു ശേഷം എന്റെ എക്സ്പീരിയൻസിന്റെ ബേസിലൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാരിയബിൾസ് ഐഡന്റിഫൈ ചെയ്തു. നമ്പർ 1 കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും നമ്പർ 2 സെയിൽസ്മാൻ ബിഹേവിയറും. സോ എനിക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ വഹിക്കുന്നത് സെയിൽസ്മാന്റെ ബിഹേവിയർ ആണ്. സോ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള നമ്പർ 1 വാരിയബിൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, നമ്പർ 2 സെയിൽസ്മാൻ ബിഹേവിയർ. അപ്പൊ എനിക്ക് എന്താണ് തെളിയിക്കേണ്ടത്, ഈ 2 വാരിയബിൾസും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും സെയിൽസ്മാന്റെ ബിഹേവിയറും തമ്മിലുള്ള റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ് എന്റെ ഭാഗത്തുനിന്നുള്ള അസംഷൻ. ആ അസംഷൻ ഞാൻ വെക്കുന്നു, ഞാൻ പറയുന്ന ആ ഒരു എക്സ്പ്ലനേഷനെയാണ് നമ്മള് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയിരിക്കുന്നു ഹൈപ്പോത്തിസിന്റെ മീനിങ്. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് എന്താ, എക്സ്പ്ലനേഷൻ ബേസ്ഡ് ഓൺ ലിമിറ്റഡ് എവിഡൻസ്. അതിനെ ടെസ്റ്റ് ചെയ്തിട്ടില്ല, അനലൈസ് ചെയ്തിട്ടില്ല, അതിനു മുമ്പ് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്താണ് ലിമിറ്റഡ് എവിഡൻസ് നമ്മൾ പറയുന്ന എക്സ്പ്ലനേഷനെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എഴുതാം. സോ അങ്ങനെയാണെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് അറിയേണ്ടതാണ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ്. 2 ടൈപ്പ് ഹൈപ്പോത്തിസിസ് ആണ് അവിടെയുള്ള. നമ്പർ 1 നൾ ഹൈപ്പോത്തിസിസ്, നമ്പർ 2 ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. അപ്പോ റിസർച്ചറുടെ ഭാഗത്തുനിന്നുള്ള അസംഷൻ ആണെന്ന് പറഞ്ഞു. റിസർച്ചറുടെ ഭാഗത്തുനിന്ന് അനാലിസിസിന് മുമ്പ് നമുക്ക് തോന്നുന്ന അസംഷൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ അസംഷനെയാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞു, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും സെയിൽസ്മാൻ ബിഹേവിയറും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തെളിയിക്കേണ്ടത്, എനിക്ക് മനസ്സിലായ. സോ അങ്ങനെയാണെങ്കിൽ റിസർച്ചർ അതിനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട്, ഞാൻ ഇതാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി വെക്കുന്നതിനെയാണ്, ആ ഹൈപ്പോത്തിസിനെയാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്.
സോ ഒരു റിസർച്ചർക്ക് തെളിയിക്കേണ്ടത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എങ്ങനെയായിരിക്കും? അപ്പോ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിൽ നമ്മൾ എന്താണ് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഈ രണ്ട് വാരിയബിൾ തമ്മിൽ എന്തൊക്കെയോ ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്, എനിക്കത് പഠിച്ച് തെളിയിക്കണം. എത്രത്തോളം റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് എനിക്ക് പഠിച്ച് തെളിയിക്കണം. സോ അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ് എഴുതുക? there is significant relationship between customer satisfaction and salesman's behavior. ഇതാണ് എനിക്ക് എന്റെ ലിമിറ്റഡ് വായനയിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണു? ഇത് തെളിയിക്കാൻ ഉദ്ദേശിച്ചു. ഇതാണ്. അപ്പൊ ഇവർ തമ്മിൽ എന്തോ റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. സോ അതിനെ ടെസ്റ്റ് ചെയ്യണം എങ്കിൽ അതിനെ രണ്ടെണ്ണത്തിനും കോൺസ്റ്റന്റ് ആയിട്ട് വെക്കണം, രണ്ടും ഒരേപോലെ വെക്കണം. അതുകൊണ്ട് ഞാൻ ഇത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ് ആണ്. ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണെന്ന് പറഞ്ഞു? രണ്ട് കാര്യത്തിനെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ടിനും ഈക്വൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കാണിക്കണം. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിനും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഇല്ല എന്ന് നമ്മൾ പറയണം. അങ്ങനെ പറയുന്നതിനെയാണ് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. നൾ മീൻസ് നത്തിങ്. ഈ രണ്ട് വാരിയബിൾസും തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യം വെക്കണം. അതിനുശേഷം നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം കിട്ടുന്ന റിസൾട്ടിന്റെ ബേസിലാണ് ഒരു കൺക്ലൂഷനിലോട്ട് പോവാ. സോ നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ രണ്ടിനും ഒരേ ലെവലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ റിസൾട്ട് വേണ്ടത് ഇത് രണ്ട് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണെങ്കിലും രണ്ട് തമ്മിൽ സംതിങ് ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ ആവുമ്പോ നമുക്ക് അവിടെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ടെസ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ടും ഈക്വൽ ആവണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണോ? ഇത് തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുകയാണെങ്കിൽ രണ്ടും ഈക്വൽ അല്ലേ, രണ്ട് തമ്മിൽ ബന്ധമില്ലാന്നേ അങ്ങനെ ആദ്യം വെക്കുന്നു. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിനെയാണ് നമ്മൾ പറയാൻ നൾ ഹൈപ്പോത്തിസിസ്. ഈ നൾ ഹൈപ്പോത്തിസിസ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ എല്ലാവർക്കും പിടികിട്ടിയിരിക്കുന്നു എന്താണ് നൾ ഹൈപ്പോത്തിസിസ്, എന്താണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്, എന്താണ് റിസർച്ചർ വെക്കുന്ന റിവ്യൂവിന്റെ ബേസിൽ നമുക്ക് മനസ്സിലായ വിവരം വെച്ചിട്ട് നമ്മൾ വെക്കുന്ന ആ ഒരു എക്സ്പ്ലനേഷൻ പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ബട്ട് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിരിക്കും. സോ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ടും തമ്മിൽ ഈക്വൽ ആക്കണം. അപ്പൊ നമ്മൾ എന്ത് വെക്കുന്നു? ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുന്നു. അപ്പൊ രണ്ടും ഈക്വൽ ആയി. എന്നിട്ട് അവിടെ ടെസ്റ്റ് ചെയ്യണം. അപ്പോ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് തമ്മിൽ ബന്ധമില്ല എന്ന് വെക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ദി ഹൈപ്പോത്തിസിസ് ദാറ്റ് ഈസ് നോ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ specified population, any observed difference being due to sampling or experimental error. അപ്പൊ എന്താണ് there is no? ഇപ്പൊ നമ്മള് ഈ പറഞ്ഞത് ഓൾട്ടർനേറ്റീവ് ആണ്. നേരെ മറിച്ച് നൾ ഹൈപ്പോത്തിസിസ് എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും എഴുതുക? there is no significant relationship between customer satisfaction and salesman behavior. ഇങ്ങനെയാണ് നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് എഴുതുക. എന്നിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാ. ഓക്കെ, സോ ഓൾട്ടർനേറ്റീവ് എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് യൂസ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എക്സ്പെരിമെന്റ്. ഇറ്റ് ഈസ് കോൺട്രഡിക്ടറി ടു നൾ ഹൈപ്പോത്തിസിസ് അല്ലെ. നൾ ഹൈപ്പോത്തിസിന്റെ കോൺട്രഡിക്ടറി ഓപ്പോസിറ്റ് ആണ് എന്ത്? ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നൾ മീൻസ് നത്തിങ്. ഇത് തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ളതാണ് നൾ ഹൈപ്പോത്തിസിസ്. ദെൻ ഓൾട്ടർനേറ്റീവിൽ എന്താ? there is something in between അല്ലെ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും സെയിൽസ്മാൻ ബിഹേവിയറും നമ്മൾ എന്തോ റിലേഷൻഷിപ്പ് ഉണ്ട്. അത് ഞാൻ വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. സംതിങ് ബിറ്റ്വീൻ ബോത്ത് ദീസ് വാരിയബിൾസ്. ദെൻ നൾ ഹൈപ്പോത്തിസിസിനെ ഡിനോട്ട് ചെയ്യുന്നത് എച്ച് നോട്ട് ആണ്. എച്ച് നോട്ട് ആണ് നൾ ഹൈപ്പോത്തിസിസ്. ദെൻ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിനെ ഡിനോട്ട് ചെയ്യുന്നത് H1 ആണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഹൈപ്പോത്തിസിസ് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൾ ഹൈപ്പോത്തിസിസ് എന്താണ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്താണ് എന്നുള്ളതാണ് നമ്മളിപ്പോ കണ്ടേ. എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് ഇരിക്കുന്നു. ദെൻ ഇവിടെ ഞാൻ പറഞ്ഞു
നൾ ഹൈപ്പോത്തിസിനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റിസൾട്ട് കിട്ടും. ആ കിട്ടിയ റിസൾട്ടിന്റെ ബേസിൽ ഒരു കൺക്ലൂഷനിലോട്ട് പോവാണ് ചെയ്യുക. ദെൻ ആ ഒരു ഏരിയയിലും റിസർച്ചറുടെ ഭാഗത്ത് നിന്ന് പല തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ആ എററിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്പർ 1 ടൈപ്പ് 1 എറർ, നമ്പർ 2 ടൈപ്പ് 2 എറർ. സോ എന്തിനാണ് ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം. ടൈപ്പ് 1 എറർ, റിജക്ട് നൾ ഹൈപ്പോത്തിസിസ് H0 when it is true. അപ്പൊ എന്താണ് നൾ ഹൈപ്പോത്തിസിസ്? ഞാൻ ഈ വെച്ചിട്ടുള്ള എക്സാമ്പിളില് there is no significant relationship between customer satisfaction and salesman behavior ഞാൻ വെച്ചിട്ടുള്ള നള്ളാണ്. സോ ഈ നൾ ഹൈപ്പോത്തിസിനെ നമ്മൾ റിജക്ട് ചെയ്തു. അത് ശരിയായിരുന്നു. ഞാൻ ആദ്യം ഓൾട്ടർനേറ്റീവ് ആണ് ശരിക്കും എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ വെച്ചത്. അത് എന്ന് പറയുന്നത് എന്തായിരുന്നു? തെറ്റായിരുന്നു. നൾ ഹൈപ്പോത്തിസിസ് ആയിരുന്നു ശരി എന്ന് വെച്ചാൽ ഇത് തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. സോ റിജക്ട്, ദെൻ നമ്മൾ എന്ത് ചെയ്തു? ആ നൾ ഹൈപ്പോത്തിസിസ് വെച്ചതിനെ റിജക്ട് ചെയ്തു. എന്ന് വെച്ചാൽ അനാലിസിസിന് ശേഷം ആക്ച്വലി നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും സെയിൽസ്മാൻ ബിഹേവിയറും തമ്മിൽ റിലേഷൻ ഇല്ല എന്നാണ്. ദാറ്റ് മീൻസ് നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആണ്. ബട്ട് നമ്മൾ അത് ട്രൂ ആയിട്ടും അതിനെ നമ്മൾ റിജക്ട് ചെയ്തിട്ടാണ് കൺക്ലൂഷൻ കൊടുത്തത്. നമ്മൾ കൺക്ലൂഷൻ കൊടുത്തത് എന്തായിരിക്കും? ഇത് തമ്മിൽ ബന്ധം ഉണ്ടെന്നായിരിക്കും കൺക്ലൂഷൻ കൊടുത്തിട്ടുണ്ടാവുക. സോ ആ ഒരു തെറ്റിനെയാണ് നമ്മൾ ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. എന്താണപ്പോ? റിജക്ട് നൾ ഹൈപ്പോത്തിസിസ് when it is true. നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആണ്, ബട്ട് നമ്മൾ അതിനെ റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ടൈപ്പ് 1 എറർ. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് 2 എറർ എന്താണെന്ന്? ആക്സെപ്റ്റ് നൾ ഹൈപ്പോത്തിസിസ് when it is false. നൾ ഹൈപ്പോത്തിസിസ് നമ്മൾ വെച്ചിട്ടുള്ളത് തെറ്റാണ് എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റീവ് തന്നെയാണ് അവിടെ ശരി. ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും അതുപോലെ തന്നെ സെയിൽസ്മാൻ ബിഹേവിയറും തമ്മിൽ റിലേഷൻ ഉണ്ട്. സോ ഓൾട്ടർനേറ്റീവ് ആണ് ശരി. ഈ പറയുന്ന നൾ ഹൈപ്പോത്തിസിസ് തെറ്റാണ്. സോ അത് തെറ്റായിട്ടും നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് കൺക്ലൂഷൻ കൊടുത്തിരിക്കുകയാണ് ഇത് തമ്മില് ബന്ധമില്ല, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും സെയിൽസ്മാൻ ബിഹേവിയറും തമ്മിൽ ബന്ധമില്ല എന്നുള്ള ഒരു കൺക്ലൂഷൻ ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ എററിനെയാണ് ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് അവിടെ? ആക്സെപ്റ്റ് നൾ ഹൈപ്പോത്തിസിസ് when it is false. നൾ ഹൈപ്പോത്തിസിസ് ഫോൾസ് ആണ് എന്നിട്ടും അതിനെ ആക്സെപ്റ്റ് ചെയ്തു. ശരിക്കും അവിടെ എന്താണ്? നൾ ഹൈപ്പോത്തിസിസ് ഫോൾസ് ആണെങ്കിൽ ഏതിനെ ആക്സെപ്റ്റ് ചെയ്യണ്ടേ? ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിനെയാണ് ആക്സെപ്റ്റ് ചെയ്യണ്ടേ. സോ അവിടെ വെച്ചിട്ടുള്ള ആ ഒരു മിസ്റ്റേക്കിനെയാണ് ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് hypothesis and different types of hypothesis and type 1 error and type 2 error. എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയിരിക്കുന്നു. ഒന്ന് സിമ്പിൾ ആയിട്ട് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നേക്കാൾ മുമ്പ് അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നേക്കാൾ മുമ്പ് ലിമിറ്റഡ് എവിഡൻസിന്റെ ബേസിൽ ആ റിസർച്ചർ വെക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറയുന്ന ഹൈപ്പോത്തിസിസ്. ദെൻ നമ്മൾ വെക്കുന്ന എന്താണ് അസംഷനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയാ. ബട്ട് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ടിനും ഈക്വൽ ആക്കണം. സോ നമ്മൾ എന്ത് വെക്കണോ? ഇത് തമ്മിൽ ഒരു ബന്ധമില്ല, ഈ രണ്ട് വാരിയബിൾസ് തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറയണോ, അതിനെയാണ് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയാ. നള്ളിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. ഒരു റിസർച്ചർക്ക് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റബിൾ ആവണം, എന്നാലേ ആ വ്യക്തി വിചാരിച്ച പോലെ വർക്ക് നടക്കുള്ളൂ. ഓക്കെ, ദെൻ ഡിനോട്ട് ചെയ്യുന്ന H0 ഇവിടെയാണെങ്കിൽ H1. ദെൻ നമ്മൾ ടൈപ്പ് 1 എററും ടൈപ്പ് 2 എറർ എന്താണെന്നും കണ്ടു. ഓക്കെ, സോ എല്ലാവരും ക്ലാരിറ്റി കിട്ടിയെന്നിരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.